പെരുന്നാളും കഴിഞ്ഞ് ജുമായും കഴിഞ്ഞ് ഫുഡിന്റെ എന്തെങ്കിലും സെറ്റ് ആക്കണ്ടേ? ബിരിയാണി ആക്കിയാലോ? ബിരിയാണി ഒന്നും ബിരിയാണി അല്ലേടാ, എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ബിരിയാണി പിടിച്ചാലേ. ഇപ്പോഴത്തെ ട്രെൻഡ് ബിരിയാണി ഉണ്ട്. എന്താണ്? കാട്ടാക്കട ബിരിയാണി. സെറ്റ് ചെയ്താലേ? സെറ്റ്. ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത്, സവാള എല്ലാം കൂടെ മിക്സ് ചെയ്ത്, പിന്നെ ഇത് സവാളയ്ക്ക് മറ്റേ പൊരിക്കാനുള്ള സവാള, തക്കാളി, പിന്നെ നാടൻ മസാല ചേർത്ത കോഴി. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യെടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ പൊരിച്ചിടാനുള്ള സവാളയും എല്ലാം കൂടെ മാറ്റി വയ്ക്കുക. അതാദ്യം പൊരിച്ചെടുത്ത് മാറ്റണം. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. നെയ്യിൽ വറുത്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ട മുന്തിരി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി മുന്തിരി അണ്ടിപ്പരിപ്പ് എടുത്ത് പായസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നെയ്യുടെ സെയിം ഈ നെയ്യിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കുക. നമുക്ക് മുകളിൽ ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സവാള വേണം, എന്നാലേ രസമുള്ളൂ. സവാള നല്ല രീതിയിൽ നല്ല ക്രിസ്പിയാക്കി നല്ല സൂപ്പറായിട്ട് പൊരിച്ച് വറുത്ത് കോരിയെടുക്കണം. നെയ്യ് തന്നെ, എല്ലാം നെയ്യ് തന്നെ. വെളിച്ചെണ്ണ നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നില്ല. ഉള്ളി നെയ്യിലങ്ങോട്ട് വറുത്ത് കോരി സെറ്റാക്കി എടുക്കണം. ഓക്കെ, കഴിഞ്ഞിട്ട് നമുക്കിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോഴി മസാല ചേർത്തത്, കോഴി വേവിച്ചെടുക്കുക. അതാണ് അടുത്ത പരിപാടി. കോഴി വേവിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് സെറ്റാക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് ഇതാക്കിയാൽ മതി. ഇതിപ്പോൾ തക്കാളി സവാള എല്ലാം സെപ്പറേറ്റ് ഇതാക്കേണ്ട കാര്യമില്ല. ഒരുമിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ഇന്നലെ ഈ കോഴി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ് മസാല ചേർത്ത്. നല്ല മസാല പിടിച്ച് ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒരു മണിക്കൂറിനകത്ത് സെറ്റാവും. കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കണം, എന്നാലേ നമുക്ക് ദമ്മിട്ട് വരുമ്പം സെറ്റായി വരത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ ആദ്യം ചോറ് ഇതിൻ്റെ ഇടയിൽ വേവിച്ച് മാറ്റിയായിരുന്നു വേറൊരു അടുപ്പിൽ. എന്നിട്ട് പിന്നെ ദമ്മിട്ട് കൊടുക്കുക. ദമ്മിട്ട് മുന്തിരി അണ്ടിപ്പരിപ്പും സവാളയൊക്കെ സെറ്റ് ചെയ്ത് അടച്ചൊരു 40 മിനിറ്റ് ദമ്മിട്ട് വയ്ക്കണം. ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമുക്കൊരു പായസം കൂടെ തട്ടിക്കൂട്ടുന്നുണ്ട്, അടപ്രഥമൻ. ദമ്മിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം സെറ്റാക്കി ദമ്മിട്ട് ഒരു 40 മിനിറ്റെങ്കിലും വെക്കണം. എന്നുവെച്ചാൽ നമുക്ക് അത്യാവശ്യം അടി പിടിക്കില്ല. അത്യാവശ്യം നല്ല ഗ്രേവി അടിയിലുണ്ട്. അപ്പോൾ അതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് സെറ്റായിക്കോളും. ഞാൻ കുറച്ച് ഗ്രേവി മാറ്റിയായിരുന്നു, അതിന് മുകളിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല രസം മുകളിൽ കൂടെ ഒഴിച്ചു കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കി മാറ്റിയായിരുന്നു.